പ്രണയം എന്നത് പവിത്രമായ ഒന്നാണ്. എന്നാൽ പലപ്പോഴും നിസ്സാരമായ കാരണങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ കൊണ്ടോ സ്നേഹിച്ചവർ നമ്മളെ വിട്ടുപോകാറുണ്ട്. ആ വേദന അനുഭവിച്ചവർക്ക് മാത്രമേ അതിന്റെ ആഴമറിയൂ. നിങ്ങളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ, നിങ്ങൾ അവരെ ഒട്ടും വേദനിപ്പിച്ചിട്ടില്ലെങ്കിൽ, ആ സ്നേഹം നിങ്ങളെ തേടി തിരിച്ചു വരും. അതിനായി ജ്യോതിഷപരമായും ആത്മീയമായും ചെയ്യാവുന്ന ഒരു പവിത്രമായ വഴിയാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ മന്ത്രം പറയുന്നതിന് മുൻപ് ഒരു കാര്യം പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇത് ആരെയും വശീകരിക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി അവരെ തളച്ചിടാനോ ഉള്ളതല്ല. നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ല എന്നും നിങ്ങളുടെ സ്നേഹം അത്രമേൽ പവിത്രമാണ് എന്നും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇത് ഫലിക്കൂ. മറ്റൊരാളുടെ കുടുംബജീവിതം തകർക്കാനോ ദ്രോഹിക്കാനോ ഇത് ഉപയോഗിക്കരുത്. അറിഞ്ഞുകൊണ്ട് മിസ്യൂസ് ചെയ്താൽ അതിന്റെ ദോഷം നിങ്ങളെ തന്നെ തേടിയെത്തും. വിവാഹ തടസ്സങ്ങൾ മാറാനും വിട്ടുപോയ പ്രണയിനികൾ ഒന്നിക്കാനും ഏറ്റവും ഉത്തമമായ മന്ത്രമാണ് സ്വയംവര പാർവതി മന്ത്രം. പാർവതി ദേവി പരമശിവനെ ഭർത്താവായി ലഭിക്കാൻ വേണ്ടി ജപിച്ച മന്ത്രമാണിത്. മന്ത്രം ഓം ഹ്രീം യോഗിനി യോഗിനി യോഗേശ്വരി യോഗഭയങ്കരി സകല സ്ഥാവര ജംഗമസ്യ മുഖഹൃദയം മമ വശം ആകർഷയ ആകർഷയ നമ. മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് കോപ്പി ചെയ്തോ എഴുതിയോ എടുക്കുക. ഇത് കേവലം വശീകരണ മന്ത്രമല്ല, മറിച്ച് നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രത മറ്റൊരാളുടെ ഹൃദയത്തിൽ എത്തിക്കാൻ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. ശുദ്ധിയോടെ വേണം ഇത് ചെയ്യാൻ. ദിവസവും കുളിച്ച് ദീപം കൊളുത്തിവെച്ച് ദേവിയെ ധ്യാനിച്ച് 108 തവണ ഈ മന്ത്രം ജപിക്കുക. 41 ദിവസം തുടർച്ചയായി ഇത് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. ജപിക്കുമ്പോൾ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നത് മനസ്സിൽ കാണുക. വിധിയുണ്ടെങ്കിൽ നിങ്ങളെ സ്നേഹിക്കുന്ന ആൾ നിങ്ങളെ തേടി വരും. നിങ്ങൾ കാത്തിരിക്കുന്നത് വെറുതെയല്ല എന്ന് കാലം തെളിയിക്കും. സ്നേഹത്തിൽ ചതിയില്ലാതിരിക്കട്ടെ. എല്ലാവർക്കും ഐശ്വര്യം നേരുന്നു.